ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ബുക്ക് മാർക്ക് ചെയ്താലോ? അതിനായിട്ട് വൈറ്റ് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ യെല്ലോയും ഗ്രീനും കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയൊക്കെയോ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. എന്നിട്ട് താഴ്ഭാഗത്തും സെൻറ്ററിലും മുകളിലൊക്കെ ആയിട്ട് യെല്ലോ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൈകൊണ്ട്. കളർ കണ്ടപ്പോൾ ഒരു ആഗ്രഹം, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാർക്കർ യൂസ് ചെയ്തിട്ട് ഞാൻ കുറേ ലീവ്സൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. മാർക്കർ എടുക്കാനുള്ള മെയിൻ റീസൺ പെയിൻറ് എടുക്കാനുള്ള മടിയായിരുന്നു. കാരണം പെയിൻ്റ് ആകുമ്പോൾ അവിടെ ഇവിടെ കൈ എന്തിനാ വെറുതെ. അതുകൊണ്ട് സിമ്പിളായിട്ട് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചാണ് മാർക്കർ എടുത്തത്. പിന്നീടാണ് എനിക്ക് അതിൻ്റെ ചതി മനസ്സിലായത്. കാരണം ഇത് വിചാരിക്കണ പോലെയല്ല. ഇടയ്ക്ക് വെച്ച് ഇങ്ക് ഭയങ്കര സ്റ്റെക്കും നിൽക്കുക. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ആ ലീവ്സ് മൊത്തം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക. ബൈ ഗൈസ്.